ആഗസ്റ്റ് 15-ന് നമ്മളെല്ലാവരും പ്രൊഫൈൽ ഫോട്ടോ ആഗസ്റ്റ് 15 റിലേറ്റഡ് ആയിട്ട് ഇടാറുണ്ട്. എങ്ങനെ ഒരു മനോഹരമായ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ആഗസ്റ്റ് 15-ന്റെ ഇടാൻ പറ്റും? നമ്മളൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് പ്രൊഫൈൽ എടുക്കുമ്പം ഗ്യാലറി, ക്യാമറ രണ്ട് ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഗ്യാലറി എടുക്കുക. ക്യാമറ എടുത്താൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കണം. ഗ്യാലറി എടുത്തു കഴിഞ്ഞാൽ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് നമുക്കതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിൽ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫ്രെയിമിലേക്കായിരിക്കും പോകുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒട്ടനവധി ഫ്രെയിംസ് കാണും. അവിടെ നമുക്ക് ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പല രീതിയിലുള്ള ഫ്രെയിംസ് ഉണ്ട്. അതിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഫോട്ടോയുടെ കളർ നമുക്ക് ഇഫക്റ്റിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാക്കാൻ പറ്റും. നമുക്കത് ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് പ്രൊഫൈൽ ഫോട്ടോയല്ല, മറ്റു രീതിയിലുള്ളൊരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എടുക്കുക. ഇതുപോലെ തന്നെ ഗ്യാലറി എടുക്കുക. ഗ്യാലറിയിൽ വരുന്ന ഫോട്ടോസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ ഒരു ടെംപ്ലേറ്റിലേക്കായിരിക്കും ആ ഫോട്ടോ വരുന്നത്. അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതിൽ ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എഫക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ കളറുകൾ മാറ്റാൻ പറ്റും. നമുക്ക് അതിനോട് ചേരുന്ന ഒരു കളറിലേക്ക് മാറ്റുക. എന്നിട്ട് അതൊന്ന് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇന്റർഫേസിലേക്ക് പോകും. അവിടെ നമുക്ക് സ്റ്റിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി സ്റ്റിക്കറുകൾ, ദേശീയ പതാകയുടെ കളറിലുള്ള ഒട്ടനവധി സ്റ്റിക്കറുകൾ അവിടെ കാണാൻ പറ്റും. അതിലേതെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഫോണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും, കളർ മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഫോട്ടോയിൽ ലെറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അടുത്തതായിട്ട് സേവ് എൻ്റെ ഒരു സിംബൽ ഏറ്റവും താഴെയായിട്ട് കാണും. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് മനോഹരമായ പ്രൊഫൈൽ ഫോട്ടോ ഈ ആപ്പ് വഴി ചെയ്തെടുക്കാവുന്നതാണ്.